കർത്തവ്യം ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ മൊബൈൽ എടുത്താലും നമ്മുടെ മൊബൈലിലേക്ക് ആദ്യം വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിരി ഇരിച്ച് പമ്പരിച്ചിരി എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് തൊട്ടു മുമ്പേ കോമഡി സ്റ്റാർസിലൂടെ ബംഗാളിയായി നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച, അതിനുശേഷം ബമ്പർച്ചിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബമ്പർച്ചിരിയിൽ സാധാരണ ഒരു പറച്ചിലുണ്ട്, ഇദ്ദേഹം മാക്സി എടുത്തിട്ട് അല്ലെങ്കിൽ നൈറ്റി എടുത്തിട്ട് ലാസ്റ്റിന്റെ ബമ്പറാണെന്ന് പറയാറുണ്ട്. അങ്ങനെ സ്ത്രീ വേഷങ്ങളിലൂടെ ഒരു ചിരി ഇരിച്ച് ബമ്പർച്ചിരിയിൽ നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് മിമിക്രി വേദിയിലെ സജീവ സാന്നിധ്യവും ഇന്ന് ഒരുപാട് സിനിമകളിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയോട് സ്വാഗതം ചെയ്യാം ബിജു പൊഴിയൂർ. നീ ബംഗാളിന്റെ ഫാമിലികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. 7 ദിവസം ഇരുന്ന് കൈയടിക്കാവുന്ന നിങ്ങൾ. ഓക്കെ, ഇല്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ കാട്ടാൻമേളയിലെ ഈ പുസ്തകമേളയിലേക്ക് വരുവാനും നിങ്ങളെ കാണുവാനും സാധിച്ചിട്ടുള്ള എന്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. എന്റെ പിന്നാലെ വേറെ എന്റെ സുഹൃത്തുക്കൾക്ക് വരാനുണ്ട്. അപ്പൊ ഞാൻ മൈക്ക് അഖിലിനെ കൈമാറും. ഇനി നൈറ്റ് ഇട്ട് പുള്ളി വരും എന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഉറപ്പായിട്ട് ഒരു അടുത്ത കലാകാരന്റെ വേദിയിൽ സ്വാഗതം ചെയ്യാം. ജനപ്രിയ പ്രോഗ്രാമായിരുന്ന കോമഡി സ്റ്റാർ സീസൺ 2 ഒക്കെ നിങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച്, ഞങ്ങളുടെ പ്രീമിയർ പത്മിനിയിലൂടെ നിങ്ങൾ ഒരുപാട് രസിപ്പിച്ച്, അതിനുശേഷം പ്രീമിയർ പത്മിനിയിലെ പെർഫോമൻസിന്റെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു. ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ ഇദ്ദേഹം ഒരുപാട് സിനിമകളുടെ ഭാഗമായി ഇന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ഷോയെ അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഗ്രൂമിംഗ് സെക്ഷനിൽ ഗ്രൂമറായി കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് സിനിമകളിൽ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു രതീഷ് ഗിന്നസ്.